വീണ്ടും പ്രിയപ്പെട്ട ഒരു സിനിമാ നടനെ നമ്മുടെ കേരളക്കരയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വിനോദ് തോമസ് എന്ന് പറയുന്ന ഒരുപാട് സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച ഒരു മഹാനടൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൂർണ്ണമായിട്ടും വ്യക്തമാണ്. കാർബൺ മോണോക്സൈഡ് പോയ്സണിംഗ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിർത്തിയിട്ട വാഹനങ്ങളിൽ കിടന്നുറങ്ങുന്നപ്പോൾ ഇതുപോലുള്ള കാർബൺ മോണോക്സൈഡ് പോയ്സണിംഗ് ഉണ്ടാകുന്നത്? ഇതിനു മുമ്പ് പല കേസുകളും നമ്മൾ അറിഞ്ഞതാണ്. ഒരുപാട് സ്കൂൾ ബസ്സുകളിലൊക്കെ കുട്ടികൾ അവിടെ കുടുങ്ങിപ്പോയിട്ട് രാവിലെ ആകുമ്പോൾ മരിച്ചു പോയ സാഹചര്യങ്ങൾ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. എ സി ഓണാക്കി വെച്ച സാഹചര്യത്തിലും എ സി ഓഫാക്കി വെച്ച സാഹചര്യത്തിലും എ സി ഓഫായി പോയ സാഹചര്യത്തിലും കുറേ നേരം നിന്ന് ഘട്ടത്തിലും കുറച്ച് നേരം കണ്ടിട്ടും ഒക്കെ പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയൊരു വേളയിൽ ഇനി ഇതുപോലെയുള്ളൊരു മരണം തടയാൻ നമുക്ക് സാധ്യമാവും. കാറിൻ്റെ ഒരു എക്സോസ്റ്റ് സിസ്റ്റം ഉണ്ട് അല്ലേ? ഇതുവഴിയാണ് വായു പുറത്തോട്ട് തള്ളപ്പെടുന്നത്. നമ്മൾ ഇന്ധനം ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് വേണ്ടാത്ത അതിൻ്റെ മാലിന്യങ്ങൾ പുറത്തോട്ട് വന്ന ഒരു സിസ്റ്റം വഴിയാണ്. ഇതിന് എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ എന്താക്കും, ഈ കാർബൺ മോണോക്സൈഡ് ഈ കാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇടവഴുകയും അതിൽ കിടന്നുറങ്ങുന്ന വ്യക്തി ശ്വസിക്കാൻ ഇടവഴുകയും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവാം, ഒരു കാർബൺ മോണോക്സൈഡ് അധികമായി ശ്വസിച്ച് അതിൻ്റെ ഒരു പോയ്സണിങ് വരാൻ സാധ്യതയുണ്ട്. കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എന്ത് ചെയ്യും? നമുക്കറിയാം, നമ്മളെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന രക്തത്തിൻ്റെ ഒരു കമ്പണൻറ്റ്. ഈ ഹീമോഗ്ലോബിനോട് നമ്മൾ ഓക്സിജൻ ചേർന്നിട്ട് ഈ ഹീമോഗ്ലോബിനാണ് ഈ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നത്. ഈ ഓക്സിജൻ ചെന്ന് ചേരേണ്ട ഹീമോഗ്ലോബിനിലേക്ക് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വിഷവായു ചെന്ന് കഴിഞ്ഞാലും ഈ കാർബൺ മോണോക്സൈഡ് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് പിന്നീട് ഈ കാർബൺ മോണോക്സൈഡിനെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു കോശങ്ങളിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വിശക്കുന്ന മനുഷ്യന് രുചിയൂറും ഭക്ഷണം കിട്ടുന്നതിന് പകരം ഏറ്റവും വിഷമുള്ള സൈനഡോ മറ്റോ ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അവസ്ഥ സംജാതമാവുകയും അതിലൂടെ ഒരുപാട് ഇതിൻ്റെ പോയ്സണിങ് ഉണ്ടാവുകയും അതുപോലെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഗ്യാരേജൊക്കെ പോലത്തെ അടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മാളുകളിലൊക്കെ താഴെ പാർക്കിംഗ് ഫ്ലോറുകളിലൊക്കെ വണ്ടി അടിച്ചിടുകയും അതിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു ഓവർലോഡ് ഉണ്ടാക്കാനും പിന്നീട് അത് ശ്വസിച്ചിട്ട് അവരുടെ പോയ്സണിങ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വാഹനങ്ങൾ ശരിയായ സമയത്ത് കറക്റ്റായ രീതിയിൽ സർവീസ് ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. ഒരു കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു വിഷബാധ സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാർബൺ മോണോക്സൈഡിൻ്റെ എക്സ്പോഷറിൻ്റെ അളവിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കുക. ആദ്യം കാണിക്കുന്നത് ഒരു തലകറക്കം, അല്ലെങ്കിൽ തലവേദന, വല്ലാത്തൊരു ബലഹീനത, വല്ലാത്തൊരു ക്ഷീണം, ചെറിയൊരു ഫ്ലൂ പോലത്തെ ലക്ഷണങ്ങൾ, ജലദോഷപ്പനിയിലൊക്കെ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കാം. തീർച്ചയായിട്ടും ഇതുപോലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടുള്ള വായു സഞ്ചാരമൊക്കെ ഉറപ്പുവരുത്തുക. കുറച്ച് വേണേൽ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടൊന്ന് പുറത്തൂടെ കറങ്ങുക. നമ്മളെപ്പോഴും ഇങ്ങനെ എ സി ഒക്കെ ഇട്ട് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറേ ദീർഘയാത്രയൊക്കെ ചെയ്യുമ്പം ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വണ്ടി എപ്പോഴും ഗ്ലാസ് പൊക്കി വെക്കുന്നതിന് വരെ ഇടയ്ക്കൊന്ന് കുറച്ച് താഴ്ത്തിയിടുന്നത് നല്ലതാണ്. അത് ചിലപ്പോൾ എ സിക്ക് കേടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് കേടുണ്ടാക്കില്ല. നമ്മുടെ ശരീരത്തിന് അത് ഓക്സിജൻ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മിതമായിട്ടുള്ള എക്സ്പോഷർ ആണ് ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സമയം നമ്മൾ എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഒന്നുകൂടി ഇൻറ്റൻസിറ്റി അങ്ങ് കൂടും. ഛർദ്ദിക്കാനൊക്കെ വരുന്ന അവസ്ഥയൊക്കെ ഒന്നുകൂടി കൂടും, മോക്കാനും കൂടുന്ന അവസ്ഥ കൂടും. ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഒന്നുകൂടി അങ്ങ് കൂടും. വല്ലാത്തൊരു ബോധം നഷ്ടപ്പെടാൻ പോകുന്നൊരവസ്ഥയൊക്കെ അങ്ങ് ഉണ്ടാവും. അത് കുറച്ചുകൂടി സമയത്തേക്ക് നമുക്ക് ഈ ഒരു കാർബൺ മോണോക്സൈഡുമായുള്ള സമ്പർക്കം നിലനിൽക്കുകയാണെങ്കിൽ അത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളിലേറ്റും വഴി നടത്താൻ സാധ്യതയുണ്ട് കേട്ടോ. വളരെ ശക്തമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയോ? അത് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ, അപസ്മാരം ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ അതിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും നമ്മുടെ സിനിമാ നടൻ്റെ കേസിലുണ്ടായത്. പ്രത്യേകിച്ച് ഇതൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യപിച്ചൊക്കെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഈ സംഭവങ്ങളൊന്നും അറിയാതെ അവസാനം മരിച്ചൊരവസ്ഥയിൽ തന്നെ കാണുകയുള്ളൂ എന്നുകൂടി പ്രത്യേകം മനസ്സിലാക്കണം. ചിലർ മദ്യപിച്ചിട്ടൊക്കെ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ കൂടുതൽ അപകടകരമായൊരവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് പണ്ട് നമ്മൾ നേപ്പാളിലൊരു കേസ് കേട്ടില്ലേ, കുറച്ച് മലയാളികൾ മരിച്ചത്. അതിനു മുമ്പ് ഒരു ട്രെയിനിൽ ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരു കുട്ടി മരിച്ചു പോയ അവസ്ഥകൾ, അതിൽ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ആണ്.
ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെഷീനുകളൊക്കെ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയൊക്കെ അളവ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെഷീനുകളൊക്കെ നമ്മൾ ബിൽഡിങ്ങുകളിലൊക്കെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് അറിയാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ നിങ്ങളെ വീട്ടിലെ ചൂടാക്കുന്ന സംവിധാനങ്ങൾ, ചിമ്മിനികൾ, ഗ്യാസ് സ്റ്റൗകൾ, ഇതൊക്കെ യഥാർത്ഥ രീതിയിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ ഈ ഒരു കാർബൺ മോണോക്സൈഡ് പുറത്തു വരാനും അത് അപകടം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇന്ധനം കത്തിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ആ സ്ഥലങ്ങളിലൊക്കെ യഥാർത്ഥ ഒരു വായുസഞ്ചാരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. പിന്നെ ഗ്യാരേജ് പോലെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അതിൽ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ജനറേറ്ററുകൾ, ചാർക്കോൾ ഗ്രില്ലുകൾ, ഇതൊന്നും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കരുത് കേട്ടോ. അതൊക്കെ പുറത്ത് പോയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാധനങ്ങൾ അടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ പുകവലിക്കുന്ന വ്യക്തികളും കാർബൺ മോണോക്സൈഡിൻ്റെ പോയിസണുകൾ വീടുകൾ സൃഷ്ടിക്കുന്ന വ്യക്തികളാണ്. അവരെത്രയും പെട്ടെന്ന് ഒരു വീടിനോടുള്ള മാന്യത, അവരുടെ കുടുംബക്കാരുള്ള സ്നേഹത്തിൻ്റെ പേരിലെങ്കിലും ഇത് വർജിക്കാൻ വേണ്ടി തയ്യാറാവണം. കാരണം കാർബൺ മോണോക്സൈഡ് തന്നെയാണ് പുകവലിയിലൂടെയും പുറത്തു വിടുന്നത്. ഇത് അവർ ശ്വസിച്ച് അവർ ഉള്ളിലോട്ടെത്തി കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി അത് സപ്ലൈ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ വെന്റിലേഷൻ ഒന്നും വളരെ കുറഞ്ഞൊരു സാഹചര്യമാണ് നമ്മുടെ വീടുകളിലൊക്കെ എന്നുള്ളത്. ആ വീട്ടിലേക്ക് ഒരു പുകവലിക്കാരൻ അവിടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡും മൊത്തം അവിടെ നിക്ഷേപിക്കപ്പെടുകയും ഇതുപോലുള്ള അപകടങ്ങൾ നമ്മുടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൂടി വരാനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കുകയുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാർബൺ മോണോക്സൈഡ് വിഷബാധയെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സോഴ്സിൽ നിന്ന് മാറ്റി നിർത്തലാണ് ഫസ്റ്റ് നടപടി. ഇപ്പം നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ആളെ കൊണ്ട് മാറ്റണം. ആ സോഴ്സ് നിന്നുള്ള സമ്പർക്കം വിത്ത്ഡ്രോ ചെയ്യണം. എന്നിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുകളോ കൂടുതൽ ലക്ഷണങ്ങളോ കാണിക്കുകയാണെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഈ ഫ്രഷ് എയർ തന്നെയാണ്. നല്ല ഫ്രഷ് എയർ, ഇത് ഓക്സിജൻ്റെ ഒരു സപ്ലൈ ആണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സിജനേക്കാളും വേഗത്തിൽ 200 ഇരട്ടിയോളം വേഗത്തിൽ നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്. ഓക്സിജനും കാർബൺ മോണോക്സൈഡും തമ്മിലൊരു ഫൈറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഓക്സിജനെ പിറകോട്ട് നിൽക്കേണ്ടി വരും. 200 ഇരട്ടി സ്പീഡിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരും. അത്രയ്ക്ക് അപകടമാണിത്. തീർച്ചയായിട്ടും ഈ കാർബൺ മോണോക്സൈഡ് എക്സ്പോഷർ ഉണ്ടായി ശ്വാസം മുട്ടൽ, അപസ്മാരം അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിനാവശ്യമുണ്ട്. ഈ പോയ്സണിങ് ഘട്ടത്തിൽ ചെയ്യുന്ന മറ്റൊരു തെറാപ്പിയാണ് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയും. വളരെ സമ്മർദ്ദം നിറഞ്ഞൊരു റൂമിൽ ഓക്സിജൻ ശക്തമായിട്ട് ശ്വസിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണത്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് അങ്ങോട്ട് ശ്വസിപ്പിക്കുമ്പോൾ എന്താവും, ഈ കാർബൺ മോണോക്സൈഡ് പെട്ടെന്ന് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്തു പോവുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഈ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് ഇനിയും വരുന്നത് തടയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ.